all of you present here. പതുക്കെ നടന്നു വരികയാണ് ഹലോ ഗൈസ്, ട്രാവലിംഗ് ബാംബൂസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് എവിടെയെന്ന് അറിയാമോ? നമ്മുടെ ഗ്ലാമി ഗംഗയുടെ വർക്ക് ഡാൻസ് ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി പോവാണേ. അപ്പൊ ഗൈസ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളെ കൂടെ വെണ്ടവിഴുക്കുണ്ട്, ജിങ്കിയുണ്ട്, ഗാഥ, ജെനി, ദീപു, അഞ്ജലി, അഖില, സാരഥി, അബി. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി കേട്ടോ. നമ്മുടെ ചുള്ളിമാനൂരുള്ള രാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളങ്ങ് നേരത്തെ എത്തി, കാരണം വെച്ചാൽ എൻട്രി പുതിയൊരു എൻട്രിയാണ്. അപ്പൊ അതിന്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി. ഇതാണ് നമ്മുടെ ഗംഗയും വിഷ്ണു ഇരിക്കുന്ന സ്ഥലം. സ്റ്റേജ് നല്ല അടിപൊളി കേട്ടോ, നല്ല ആംബിയൻസ്, സൂപ്പർ സ്റ്റേജ് ആണ്. ട്രാവൻകൂർ ഇവന്റ്സ് ആണ് കേട്ടോ സ്റ്റേജും സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഇവന്റ് ആണ്. ഞങ്ങൾ ഇവരുടെ വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ, ട്രാവൻകൂർ ഇവന്റ്സിന്റെ. അങ്ങനെ നമ്മുടെ റിഹേഴ്സലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റി എല്ലാരും ബ്ലാക്കാ. നമ്മളെല്ലാരും ബ്ലാക്കിലായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ചേച്ചിയുടെ പേര് ഓക്കെ. ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ ഡാൻസ് കാണുന്നതിന് നമ്മൾ ഈ വർക്കിന് വന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷമാണ് ഡാൻസ് ഇന്ന് കാണാൻ പറ്റും. ചേച്ചിയുടെ ചുമ്മാ ഇരിക്കട്ടെ. നിങ്ങളെ ഡാൻസ് കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇത് നിഖിലാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങളുടെ ഡാൻസ് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാണ്. ഇയാളുടെ അറിയാലോ, അമ്പാൻ വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികളുടെ ഫേമസിന്റെ ഇടയിൽ പറ്റിയ സെലിബ്രിറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തലയിൽ വെക്കാനുള്ള സാധനമാണ്. ഞങ്ങളത് ഉണ്ടാക്കിയതാണ്. അത് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗംഗയുടെ എൻട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം സെറ്റ് ചെയ്തതാണ്. ട്രാവൻകൂർ ഇവന്റ്സിലെ അമൽ ഞങ്ങളത് പറഞ്ഞു ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള എൻട്രി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെറ്റാക്കിയതാണ്. തലയിലിരിക്കുന്ന സാധനം സെറ്റ് ആവുന്നില്ല. ചെറിയ ഓർണമെന്റ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അങ്ങനെ വെസ്റ്റേൺ സ്റ്റൈലുള്ള അതായത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഡാൻസിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഈ ഔട്ട്ഫിറ്റ് ഫൈനൽ ലുക്കാണ്. ഇതാണ് എൻട്രി ചെയ്യാനുള്ള ടൈമായി. ഗംഗയും വിഷ്ണു എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് കാർത്തിക് സൂര്യ വന്നു. കാർത്തിക് സൂര്യക്ക് എന്റെ ഈ മങ്കിയൊക്കെ കണ്ടപ്പോൾ എന്നെ അങ്ങോട്ട് മനസ്സിലായില്ല. അങ്ങനെ ഗംഗ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഞങ്ങൾ ആ ആൾക്കാരാണ് ഇത് എന്ന്. കാർത്തിക് സൂര്യയുടെ വർക്കിന്റെ ഡാൻസ് ഞങ്ങളായിരുന്നില്ലേ. അങ്ങനെ കാർത്തിക് സൂര്യ വന്ന് ഒരുപാട് സംസാരിച്ച് ഞങ്ങളെ കോസ്റ്റ്യൂമിനെ പറ്റി ഭയങ്കര അഭിപ്രായം പറഞ്ഞു കേട്ടോ. അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടോ. ഇവരുടെ വായെന്നൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കും. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം ഞങ്ങളുടെ ഡാൻസ് തുടങ്ങാൻ സമയമായേ. ഓ പൊളി കേട്ടാ. ആഹാ നമ്മുടെ എൻട്രി ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത കോസ്റ്റ്യൂം മാറിയേ. ഇതൊരു തമിഴ് മിക്സ് സോങ് ആണ് കേട്ടോ. നെറ്റിച്ചുട്ടി ഇവിടെ സ്റ്റേജിൽ കാണുമല്ലേ. പാവള വെച്ച് ഇത് അടുത്ത ഒരു കോസ്റ്റ്യൂമാണ്. നമ്മുടെ ഒരു ഹിന്ദി സോങ്ങിന്റെ. ഇതും ഒരു ബോളിവുഡ് സോങ്ങിന്റെ ആണ് കേട്ടോ. നമ്മുടെ ദുരന്തറുള്ള സോങ്ങിന്റെ കോസ്റ്റ്യൂം. എത്രാമത്തെ പെർഫോമൻസ് ആണ് ഗ്ലാമി ഗംഗയുടെ വർക്കിന്? നമ്മൾ ശരണ്യെ കണ്ടു, അസ്മിയെ കണ്ടു, അരുൺജിയെ കണ്ടു. ശരണ്യ പാവം ഇങ്ങോട്ട് വന്നൊക്കെ സംസാരിച്ചു. കാർത്തിക് സൂര്യയുടെ അച്ഛനെ അമ്മയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നേ. കാർത്തിക് സൂര്യയുടെ റിസപ്ഷന് ഞങ്ങളല്ലേ ഡാൻസ് വരെയൊക്കെ പഠിപ്പിച്ച. അങ്ങനെ അവരെ എല്ലാവരെയും കണ്ടു. അടുത്ത പെർഫോമൻസിന് സ്റ്റേജിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് DJ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം DJക്ക് പൊളിക്കാനാണ്. ഗംഗയുടെ അനിയത്തെയാണ്. ആദ്യം അവൾ വന്നപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുത്ത് നിൽക്കണം. അപ്പോൾ അവൾ വന്നത് ശരിയായില്ലെന്ന് പറഞ്ഞു. പാവം രണ്ടാമതും പോയിട്ട് വരികയാണ്. കാർത്തിക് സൂര്യയുടെയും ഫ്രണ്ട്സിന്റെയും ഗ്ലാമിയുടെയും
വിഷ്ണുവിന്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അവരെല്ലാവരും പെർഫോം ചെയ്തു. ഗ്ലാമികങ്ങയുടെ കസിൻ ബ്രദർ ഉണ്ടല്ലോ, അവരുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇതാണ് ആങ്കർ കേട്ടോ, രേഷ്മ. അത് കഴിഞ്ഞിട്ട് DJ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഞങ്ങൾ ലാസ്റ്റ് ഫ്ലാഷ് മോബ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്തുകൊണ്ട് പിന്നെ ഫ്ലാഷ് മോബ് ചെയ്യേണ്ടെന്ന് കരുതി. DJ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്ലാമികങ്ങ് എടുത്ത് ചാറ്റയും പറഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഭഗവതി കാറ്ററിംഗ് എന്ന് പറഞ്ഞ കാറ്ററിംഗിന്റെ ഫുഡായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ പുതിയ എൻട്രി ചെയ്തല്ലേ, സൂപ്പറായിരുന്നു. എല്ലാവരും നല്ല കോംപ്ലിമെന്റ് ഒക്കെ ചെയ്തായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ എൻട്രിക്കുള്ള ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത എൻട്രി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീണ്ടും അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.